തിരുവിളയാടൽ പുരാണത്തിലെ അടുത്ത ഒരു സുന്ദരേശ ലീലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുന്ദരേശദേവൻ സിദ്ധപുരുഷനായി മധുരാപുരിയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഇവിടെ അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറയുന്നതാണ് ഈ സംഭവങ്ങൾ. കൈകാലുകളിൽ വള, നൂപുരം മുതലായവ ധരിച്ച്, കൗപീനം ധരിച്ച്, വ്യാഘ്രചർമ്മം കൊണ്ട് ശരീരം മറച്ച്, ചെമ്പിച്ച ജടകളെ പാമ്പുകളെ കൊണ്ട് കെട്ടി, ശരീരത്തിലകത്തെ ആകെ ഭസ്മം തേച്ച് പിടിപ്പിച്ച്, അസ്ഥിമാലകൾ അണിഞ്ഞ്, കാതുകളിൽ സ്ഫടികകുണ്ടലങ്ങൾ ധരിച്ച്, വാമപാണിയിൽ ഖഡ്വംഗത്തെയും ദക്ഷിണപാണിയിൽ സ്വർണദണ്ഡത്തെയും എടുത്തുകൊണ്ട് യോഗപട്ടം ധരിച്ച് 16 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന സിദ്ധൻ മധുരാപുരിയിലെ രാജവീഥിയിലൂടെ നടക്കുമ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടെ ആ സിദ്ധനെ നോക്കി നിന്നു. ചിലർ സിദ്ധനെ വിളിച്ച് പൂജിക്കുകയും തങ്ങളുടെ ദുഃഖങ്ങൾ അറിയിക്കുകയും ചെയ്തു. സിദ്ധൻ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു നൽകി. അങ്ങനെ ജനങ്ങൾ എപ്പോഴും ഈ സിദ്ധൻ്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു. ഏത് ദുഃഖങ്ങളുണ്ടെങ്കിലും ആ ദുഃഖങ്ങളെല്ലാം തീർക്കാൻ സിദ്ധന് കഴിയുമായിരുന്നു. അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ദാരിദ്ര്യ ദുഃഖം കൊണ്ട് കഷ്ടപ്പെട്ട് സിദ്ധൻ്റെ അടുത്ത് വന്നാൽ അവർക്ക് സിദ്ധൻ എല്ലാവിധ ധനസമ്പത്തും നൽകി അവരെ അനുഗ്രഹിക്കുമായിരുന്നു. രോഗബാധിതരായ ഒരുപാട് ആൾക്കാർ, അതായത് കുഷ്ഠം, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ച് കഷ്ടപ്പെട്ട് മരണതുല്യരായി കഴിയുന്ന ആ രോഗികളായ ഒരുപാട് ആൾക്കാരെ ഇദ്ദേഹം ഭസ്മം പൂശി രോഗം മാറ്റിയതായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ പലപ്പോഴും ഇദ്ദേഹം രോഗവിമുക്തിക്ക് വേണ്ടി ഭസ്മം നൽകുകയാണ് ചെയ്തത്. ആ വിഭൂതി നൽകി പലരെയും ഇദ്ദേഹം മഹാദുരിതങ്ങളിൽ ദുരന്തങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി. അനന്തരം സിദ്ധൻ വേഗവതി നദിയിൽ ചെന്ന് അതിലെ ജലമെല്ലാം വറ്റിച്ച് കളഞ്ഞു. തൽക്ഷണം തന്നെ അതിൽ ജലം നിറച്ച് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി നടന്നു. പിന്നെയും ജലമെല്ലാം വറ്റിച്ച് കളഞ്ഞ് ജലജന്തുക്കളെ ഒന്നിനെ മറ്റൊന്നാക്കി കാണിച്ചു കൊടുത്തു. പിന്നെയും നദിയിൽ ജലമെല്ലാം നിറച്ചു. പിന്നെ സിദ്ധൻ ലോകത്തെ ഇരുട്ടാക്കി ആകാശത്ത് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണിച്ചു കൊടുത്തു. സുന്ദരിമാർ രാത്രിയായെന്ന് കരുതി കാമുകന്മാരോടൊത്ത് കേളി ചെയ്തു. ഉടൻ തന്നെ സിദ്ധൻ ഇരുട്ടെല്ലാം ഇല്ലാതാക്കി കഠിനമായ വെയിൽ കൊണ്ടുവന്നു. കയ്യിലുള്ള യോഗദണ്ഡിനെ ആകാശത്തിൽ നിർത്തി അതിൻ്റെ മുകളിൽ ഒരു സൂചി തറച്ചു. പിന്നെ സൂചിയുടെ മുകളിൽ പെരുവിരലൂന്നി അതിവേഗം തിരഞ്ഞ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിന്നെ അതിൽ നിന്ന് കുതിച്ച് ആകാശത്തിൽ തലകീഴായി നിന്നു. ഇങ്ങനെ ഒരുപാട് സിദ്ധിവിശേഷങ്ങൾ ഈ 16 വയസ്സുകാരനായ സിദ്ധൻ കാണിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഈ വിവരങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാജാവ് ഈ സിദ്ധനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പാണ്ഡ്യരാജാവായ അഭിഷേക പാണ്ഡ്യൻ മന്ത്രിമാരെ വിളിച്ച് ഈ സിദ്ധനെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ ചെന്ന് രാജാവ് അങ്ങയെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് കൊട്ടാരത്തിൽ വന്ന് നൃപനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ട സിദ്ധൻ മന്ദസ്മിതത്തോടു കൂടി പറഞ്ഞു, മന്ത്രിമാരെ, നിങ്ങൾ
നിങ്ങളുടെ രാജാവ് അഭിമാനിയാണ്, ഞാനോ ഒരു തപസ്വിയും. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരു പ്രയോജനവുമില്ല. ഇക്കാര്യങ്ങൾ നിങ്ങൾ നൃപനെ അറിയിക്കുക. ഇത് കേട്ട് അഭിഷേകപാണ്ഡ്യൻ ആ സിദ്ധനെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനമാണെന്നുള്ളത് വിചാരിച്ച് അഹങ്കാരത്തോടുകൂടി ഇരുന്നു. ഒരു ദിവസം രാജാവ് സുന്ദരേശ ഭഗവാനെ തൊഴുവാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ വഴിമധ്യേ നിൽക്കുന്ന ഈ സിദ്ധനെ കാണുകയാണ്. അദ്ദേഹം റോഡിൻ്റെ മധ്യഭാഗത്തിരിക്കുന്നു. ഇയാളെ കണ്ടിട്ട്, ഈ സിദ്ധനെ കണ്ടിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ സിദ്ധനാണെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ വിദ്യാശക്തികൾ എന്തെല്ലാമാണ് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹേ രാജൻ, ഞാനൊരു സിദ്ധനാണ്, സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവനാണ് ഞാൻ. സ്വന്തമെന്ന് പറയാൻ എനിക്കൊന്നുമില്ല, സ്വന്തക്കാരായി ആരുമില്ല. എൻ്റെ പേർ ആ ജ്ഞാനസിദ്ധനാണ് എന്നാണ് ജനങ്ങൾ എന്നെ ജ്ഞാനസിദ്ധൻ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് യാതൊരു ഭയവുമില്ല. എൻ്റെ ദേശം കാശ്മീരമാകുന്നു. പുരികാശിയാണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ ശിവക്ഷേത്രങ്ങളെല്ലാം ദർശിക്കുവാൻ പുറപ്പെട്ടിരിക്കുകയാണ്. പല നാൾ കൊണ്ട് ഞാൻ നിരവധി ശിവക്ഷേത്രങ്ങൾ ദർശിച്ചു. അങ്ങനെ ആദിന്തഹീനവും സർവ ജഗൽക്കാരണവും വേദപ്രതിപാദിതവുമായ സുന്ദരേശലിംഗത്തെ ദർശിക്കുന്നതിനും മധുരാപുരിയിലെ സർവ്വജനങ്ങൾക്കും അത്ഭുതകരമായ എൻ്റെ പ്രഭാവം കാണിച്ചു കൊടുത്ത് അവിടെ സർവാഭിഷ്ടങ്ങളും സാധിപ്പിക്കുന്നതിനും ഇവിടെ എത്തി. സർവ്വവിദ്യകളും എനിക്ക് വശമാണ്. എനിക്ക് സമാനമായി ആരും തന്നെയില്ല. സർവശക്തികളും എന്നിൽ വസിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ് ഭഗവാന് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ സിദ്ധനാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ. ഈ സുന്ദരേശ വിഗ്രഹത്തിനടുത്ത് ഉള്ള ഗജവിഗ്രഹത്തെ അങ്ങ് ജീവനുള്ളതാക്കി മാറ്റുക. ഈ സമയം ഒരു കർഷകൻ അതിമനോഹരമായ ഒരു കരിമ്പ് കൊണ്ടുവന്നിരുന്നു. അത് രാജാവിന് സമർപ്പിച്ചു. രാജാവ് അത് സ്വീകരിച്ചിട്ട് അതിമനോഹരമായ കരിമ്പ് കയ്യിൽ പിടിച്ചു. ഈ സമയം ശിലയായി കഴിഞ്ഞിരുന്ന ആനയ്ക്ക് ജീവൻ വയ്ക്കുകയും ആന രാജാവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആ കരിമ്പ് വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടുപോയി. സിദ്ധൻ്റെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കി. അല്പം കഴിഞ്ഞപ്പോൾ ഈ ഗജം രാജാവിൻ്റെ കഴുത്തിൽ കിടന്ന മാല വലിച്ചു പറിച്ചെടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ രാജാവിൻ്റെ സൈന്യങ്ങൾക്ക് കോപം വന്നു. രാജാവിൻ്റെ സൈന്യങ്ങൾ ആ ഗജത്തെ തടയാൻ ശ്രമിച്ചപ്പോൾ അരുത്, ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ സിദ്ധൻ ആ സൈന്യങ്ങളെ തടഞ്ഞിട്ട് ഗജത്തിൻ്റെ വായിൽ നിന്ന് ആ മാല എടുത്ത് രാജാവിൻ്റെ കഴുത്തിൽ അണിയിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങ് മഹാസിദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചു. ആ സമയം സിദ്ധൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അല്ലയോ അഭിഷേക പാണ്ഡ്യനായ രാജാവേ, അങ്ങയുടെ അഭിലാഷം എന്താണ്? അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് പറയൂ, ഞാനത് നടത്തിത്തരാമെന്ന് പറയുന്നു. അപ്പോൾ അഭിഷേക പാണ്ഡ്യൻ തൻ്റെ ജീവിതത്തിലെ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ദുഃഖം ആ സിദ്ധൻ്റെ മുമ്പിൽ പറഞ്ഞു. തനിക്ക് കുട്ടികളില്ല എന്നും ഒരു ഉത്തമനായ പുത്രൻ ജനിക്കാൻ വേണ്ട അനുഗ്രഹം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. അഭിലാഷം അറിയിച്ചു.
അതനുസരിച്ച് സിദ്ധൻ പറഞ്ഞു, അങ്ങക്ക് ഒരു പുത്രൻ ജനിക്കും, സമർത്ഥനായ പുത്രൻ ജനിക്കും. മധുരാപുരിയെ മുഴുവനും രാജകീയ സൗഭാഗ്യം കൊണ്ട് നിറയ്ക്കുന്ന ഒരു മഹാപുരുഷൻ അങ്ങയ്ക്ക് പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു പുത്രൻ അഭിഷേക പാണ്ഡ്യൻ ഉണ്ടായി. അതാണ് വിക്രമ പാണ്ഡ്യൻ എന്ന വളരെ പ്രശസ്തനായ പാണ്ഡ്യവംശത്തിലെ രാജാവ്. ഈ വിക്രമപാണ്ഡ്യനാണ് പാണ്ഡ്യ രാജവംശത്തെ ഏറ്റവും സമ്പൽ സമർത്ഥമാക്കി മാറ്റിയത്. പാണ്ഡ്യ രാജവംശത്തിലെ ഏറ്റവും ഉന്നതനായ രാജാവായിരുന്നു വിക്രമപാണ്ഡ്യൻ. ഇതാണ് സുന്ദരേശൻ്റെ ലീലാവിലാസങ്ങൾ. അവസാനം ഈ സിദ്ധൻ സുന്ദരേശലിംഗത്തിൽ ലയിച്ച് ചേരുകയാണ് ചെയ്തത്. ഇതാണ് സുന്ദരേശൻ്റെ മറ്റൊരു സിദ്ധലീല ആയി തിരുവിളയാടൽ പുരാണത്തിൽ പറയുന്ന സംഭവം. ഈ കഥ കേൾക്കുമ്പോൾ നാം സിദ്ധവംശത്തെക്കുറിച്ചിട്ട് ഓർക്കുകയാണ്, സിദ്ധ പരമ്പരകളെക്കുറിച്ചിട്ട് ഓർക്കുകയാണ്. ഈ സുന്ദരേശ സിദ്ധ പരമ്പര പിന്നീട് തമിഴകത്ത് വളരെ പ്രശസ്തരായിത്തീർന്നു. 18 സിദ്ധന്മാർ ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. ആ 18 സിദ്ധന്മാരും ഈ സിദ്ധ പരമ്പരയിൽപ്പെട്ടവരാണ്. അവർക്ക് ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ കാണിക്കാൻ കഴിയുമായിരുന്നു. പല സിദ്ധന്മാരും പല അത്ഭുതങ്ങളും, അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന രാസവിദ്യ അവർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ചെമ്പിനെ അവർ സ്വർണ്ണമാക്കി മാറ്റുമായിരുന്നു. ചില രാസപ്രയോഗങ്ങൾ കൊണ്ട് ചെമ്പിനെ സ്വർണ്ണമാക്കി മാറ്റാൻ ഈ സിദ്ധന്മാർക്ക് കഴിഞ്ഞതായിട്ട് ശിവവാക്യർ പാടലുകളിലും അതേപോലെ തന്നെ മറ്റ് പല പാടലുകളിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ശിവവാക്യർ വളരെ ദരിദ്രനായിരുന്നപ്പോൾ ശിവവാക്യരുടെ സുഹൃത്തുക്കളായ ചില സിദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെമ്പിനെ സ്വർണ്ണമാക്കി കൊടുത്തു എന്നും ഇത് അറിഞ്ഞ ശിവവാക്യർ ആ സ്വർണത്തെ മുഴുവനും കടലിൽ എറിഞ്ഞു കളയാൻ ആവശ്യപ്പെട്ടു എന്നും ഒരു സംഭവം ചില പാടലുകളിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിദ്ധ പാരമ്പര്യം, സിദ്ധവൈദ്യം, അതിൽ നിന്ന് സിദ്ധവൈദ്യമുണ്ടായി, സിദ്ധ വേദമുണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് വേദശാഖകളും അതേപോലെ തന്നെ മറ്റു പല ശാഖകളും ഈ സിദ്ധ പരമ്പരയിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്നുണ്ട്. ആ സിദ്ധ പരമ്പരയുടെ എല്ലാം ആദി നായകൻ ഈ ശിവസിദ്ധനാണ്, സുന്ദരേശ സിദ്ധനാണ്. സുന്ദരേശ സിദ്ധനിൽ നിന്നാണ് പിന്നീട് സിദ്ധ പരമ്പരകളുടെ ഒരു വലിയ പ്രവാഹം തന്നെ തമിഴകത്ത് ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 18 സിദ്ധന്മാരെ പറ്റി നമുക്ക് പിന്നീട് കാണാം. ഓം ശിവായ നമഃ.